सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजाय ते नमः. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും ഈ സായാഹ്ന സത്സംഗത്തിലേക്ക് നമസ്കാരപൂർവം സ്വാഗതം ഓതട്ടെ. മനുഷ്യനായി ജനിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ കാര്യമാണ് എന്ന നിരീക്ഷണമുണ്ട്. പരമമായ മോക്ഷത്തെ ലക്ഷ്യമാക്കാൻ കഴിഞ്ഞാൽ അതാവും ജന്മസാഫല്യം. ഇപ്രകാരം പരമപുരുഷാർത്ഥമായ മോക്ഷപ്രാപ്തിക്ക് സാക്ഷാൽ വിഘ്നേശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വിനായക ചതുർത്ഥി നാളിൽ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. 4 പുരുഷാർത്ഥങ്ങളിൽ അർത്ഥസമ്പാദനത്തിന് വേണ്ടി നാം ഉത്സാഹിക്കേണ്ടതുണ്ട്. സമ്പാദിച്ച വിഭവങ്ങളൊക്കെ ആസ്വദിക്കുന്നത് അന്യായമല്ല, അത് ധർമ്മം എന്ന പുരുഷാർത്ഥമാണ്. കാമം എന്ന പുരുഷാർത്ഥമാണ്. ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുക. ഇപ്രകാരം സ്വന്തം ജീവിതത്തെ എക്കാലത്തേക്കും പ്രശ്നരഹിതമാക്കാനുള്ള ധർമ്മം എന്ന പുരുഷാർത്ഥം. ധർമ്മം എന്ന പുരുഷാർത്ഥത്തിൻ്റെ പ്രത്യേകത അത് എല്ലാ പ്രകാരത്തിലുമുള്ള താള സംരക്ഷണത്തെ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. ഇതും മനുഷ്യൻ ലക്ഷ്യമാക്കണം. അപരന് നോവ് നൽകാത്ത, വേദന പ്രദാനം ചെയ്യാത്തതായ ഒരു ജീവിത ശൈലി. പരോപകാരമേ പുണ്യം. പരോപകാരം ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ് എന്ന് ഭഗവാൻ വേദവ്യാസർ അറിയിക്കുന്നു. അപ്രകാരമുള്ള ഒരു ജീവിതം ക്രമേണ അത് മോക്ഷത്തിലേക്ക് നമ്മെ നയിക്കും. ജീവിതത്തിൽ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ: അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം. ആചാര്യന്മാർ പറയുന്ന ക്രമം ധർമാർത്ഥ കാമമോക്ഷം എന്നാകുന്നു. അങ്ങനെ ഒരു ക്രമം അനുസരിക്കുന്നതിന് കാരണം അർത്ഥകാമങ്ങളെ നേടിയെടുക്കാൻ ഉത്സാഹിക്കുമ്പോൾ ധർമ്മത്തെ, പ്രപഞ്ചതാളലയത്തെ, അഹിംസാദി ഉജ്ജ്വല മൂല്യങ്ങളെ, ഉദാത്ത മൂല്യങ്ങളെ മുൻനിർത്തേണ്ടതുണ്ട്. ഭാരതീയ ദാർശനിക പാരമ്പര്യം ഒരു പുരുഷാർത്ഥത്തിനും എതിരല്ല. നമുക്ക് വേണ്ടത്ര ധനം സമാഹരിക്കേണ്ടതുണ്ട്, അത് ആസ്വദിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏവരോടുമുള്ള പ്രതിബദ്ധത നിറവേറ്റും പ്രകാരം ഒരു താളലയമാർന്ന ജീവിതം നയിക്കേണ്ടതുണ്ട്. പരമമായി മോക്ഷത്തെ ലക്ഷ്യമിടുകയും വേണം. ഇങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ ഉദ്യമിക്കുന്ന സമയത്ത് പല പ്രകാരത്തിലുള്ള പ്രവചന അതീതങ്ങളായിട്ടുള്ള കാര്യങ്ങളും സംഭവിച്ചേക്കാം. ഇത്തരത്തിൽ ജീവിതത്തിലുടനീളം അപ്രവചനാതീതത്വം നിലനിൽക്കവേ ആശ്രയിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഈ വിഷയത്തിലാണ് ആചാര്യന്മാർ ആരാധിക്കാൻ
ആശ്രയിക്കാൻ ഈശ്വര തത്വത്തെ ഉപദേശിച്ചിരിക്കുന്നത്. ഈശ്വരനെ ആരാധിക്കുന്നതിലൂടെ, ഉപാസിക്കുന്നതിലൂടെ, അറിയുന്നതിലൂടെ മോക്ഷവും നേടാം എന്നതാണ് സൗകര്യം. ആപതി കിം കരണീയം വളരെ പ്രശസ്തമായ ഒരു പ്രയോഗമാണ്. ആപതി കിം കരണീയം, ആപത്തിൽ എന്തു ചെയ്യും? സൗന്ദര്യ ലഹരി ഉപാസന മണ്ഡലിയുടെ വേദി എന്ന നിലയിൽ അംബായാഹ, അമ്മയുടെ ചരണയുഗ്മത്തെ ആശ്രയിക്കുക, ഇതാണ് ചെയ്യാവുന്നത്. ഇപ്രകാരം ആചാര്യന്മാർ നമ്മെ ആശ്വസിപ്പിക്കുന്നു. ആപത്ത് വരുന്ന സമയത്ത് ആശങ്കപ്പെടേണ്ട, അമ്മയുടെ ചരണാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ മതി. ഇവിടെ എന്തുകൊണ്ട് അമ്മ? ആ വിഷയം ചിന്തനീയമാണ്. ഏതൊക്കെ തരത്തിലുള്ള ആപത്ത് മോക്ഷം ലക്ഷ്യമാക്കിയിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബഹിർമുഖമായ ആവേശം അതിര് കവിയുന്നത് ആപത്താണ്. ധനം നേടുന്നതിന് വേണ്ടി ഉത്സാഹിക്കേണ്ട എന്നല്ല, വിഷയഭോഗത്തെ ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തണം എന്നല്ല, പക്ഷേ അമിതമായി കൂടാ. അമിതമാകുമ്പോൾ അത് ആസുരവൃത്തികളാവും, രാക്ഷസീയ വൃത്തികളാവും. അവിടെ നിയന്ത്രണം വേണം. അത്തരത്തിലുള്ളൊരു ആപത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അമ്മയെ ആശ്രയിക്കുക. മറ്റ് പല പ്രകാരത്തിലുള്ള പ്രയാസങ്ങളും, ശാരീരിക തലത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ജീവിതത്തിന്, ചുറ്റുപാടുകളിൽ നിന്ന് പല പ്രകാരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവപ്പെടാം. കൊറോണ ബാധ പോലെ ഈ കാലത്തിൻ്റെ ഒരു ആപത്ത് അതാകുന്നു. ഇവിടെയൊക്കെ അമ്മയുടെ പാദങ്ങളെ ആശ്രയിക്കാം. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് വിഭവ സമാഹരണത്തിനായാലും ശരി, അതിൻ്റെ ഭോഗത്തിനായാലും ശരി, ധനം സമാഹരിക്കുന്ന കാര്യത്തിലും, അത് ഭംഗിയായിട്ട് വിഭവങ്ങളൊക്കെ ആസ്വദിക്കുന്ന കാര്യത്തിലും, ധാർമ്മികമായ ജീവിതത്തിൻ്റെ കാര്യത്തിലും, പരമമായ മോക്ഷം നേടിയെടുക്കുന്ന കാര്യത്തിലും ഈശ്വരനെ അഥവാ ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അമ്മയെ ആശ്രയിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭയമുണ്ടാകുമ്പോൾ, ആലസ്യം മുതലായ ആപത്തുകൾ ഉണ്ടാവുമ്പോൾ അവിടെയും അമ്മയെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. ഇങ്ങനെ ആപത്തിൽ അമ്മയെ ആശ്രയിക്കുക എന്ന സന്ദേശം നമുക്ക് സ്വയം വിചാരം ചെയ്ത് ഉറപ്പിക്കാൻ സാധിക്കട്ടെ. കഴിയുന്നത്ര ഈ ആശയം പ്രചരിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ. നവംബർ 19 അരങ്ങേറുന്ന സമഷ്ടി സൗന്ദര്യ ലഹരി പാരായണ പരിപാടിയോട് അനുബന്ധിച്ച് സധൈര്യം നമുക്ക് എല്ലാവരോടും പറയാൻ കഴിയട്ടെ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, സൗന്ദര്യ ലഹരി ഉപാസന ചെയ്താൽ മതി. ഇങ്ങനെയൊരു സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കാം. എന്തുകൊണ്ട് അമ്മ? മോക്ഷവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ മോക്ഷത്തിന് അറിവാണ് ഉപായം. ഈശ്വരനെ സവിസ്തരം അറിയുമ്പോൾ മോക്ഷം. ജ്ഞാനാദേവതു കൈവല്യം. ആരാണ് ഈശ്വരൻ? ഈശ്വരനെ കുറിച്ച് 2 വസ്തുതകളാണ് ആരംഭമായിട്ട് പരിഗണിക്കേണ്ടത്. ഒന്ന്, ഈ പ്രപഞ്ചം മുഴുവൻ എവിടെ നിന്ന് ആരംഭിച്ചു, എവിടെ നിലനിൽക്കുന്നു, എവിടേക്ക് വിലയിക്കുന്നു?
ആ കാരണതത്വമാണ് ഈശ്വരൻ. ഈശ്വരനെ സംബന്ധിച്ച് ഒന്നാമത് ഓർമ്മിക്കേണ്ട വസ്തുത കാരണതത്വം, ദി വെരി ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. രണ്ടാമത്, ഈശ്വരൻ കാരണതത്വമായിട്ട് എവിടെയോ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ശാസ്ത്രീയമായി യുക്തിഭദ്രമായി ആചാര്യന്മാർ അത് വ്യാഖ്യാനിച്ചു തരുന്നു. ഈശ്വരൻ ഒരേ സമയം കാരണമായി പരിലസിക്കവേ തന്നെ സർവവ്യാപിയായി സർവ ആധാരമായും വർത്തിക്കുന്നു. ഈശ്വരൻ കാരണസ്വരൂപിയാണ്, ഈശ്വരൻ ആധാരവും ആണ്. ഇങ്ങനെ സർവകാരണമായ സർവ ആധാരമായ തത്വത്തെ ഉപനിഷത്ത് ബ്രഹ്മം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നു. ബ്രഹ്മം. ഈ ബ്രഹ്മത്തെ അറിയുന്നതും ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉപാസന ഉപദേശങ്ങൾ. ബ്രഹ്മത്തെ ഉപാസിക്കുക. നിർഗുണ നിരാകാരമായ തത്വമാണ് ബ്രഹ്മം എന്നതുകൊണ്ട് ഉപാസനയ്ക്ക് പ്രയാസം അനുഭവപ്പെട്ടേക്കാം. അവിടെ ഈ ബ്രഹ്മതത്വത്തെ തന്നെ ജഗദംബയായി കാണൂ. ഇതാണ് സൗന്ദര്യലഹരി ഉപാസനയുടെ പ്രത്യേകത. ജഗത് കാരണവും ജഗദാധാരവുമായി പരിലസിക്കുന്ന ബ്രഹ്മതത്വത്തെ, ഈശ്വരതത്വത്തെ അമ്മയായി കാണാൻ, ത്രിപുര സുന്ദരിയായി കാണാൻ അനുവാദം നൽകുന്നു. അത് വലിയ അനുഗ്രഹം തന്നെ. ശ്ലോകങ്ങളിലൂടെ അമ്മയെ പല പ്രകാരം പരിചയപ്പെട്ട് ആശ്രയിച്ച് അനുഗ്രഹത്തെ പ്രാർത്ഥിക്കാം. ഉപാസന എന്ന പ്രയോഗത്തെ ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചു നൽകുന്നത് ഇപ്രകാരമാണ്. ഉപാസനം നാമ, ഉപാസനം എന്ന് പറഞ്ഞാൽ അടുത്ത് ഇരിക്കുക എന്നതാണ് ലളിതമായ ഒരു വാഗർത്ഥം. ഈശ്വര സമീപത്ത് വർത്തിക്കുക. ഉപാസനം നാമ യഥാശാസ്ത്രം ഉപാസ്യസ്യ അർത്ഥസ്യ വിഷയീകരണേന സാമീപ്യം ഉപഗമ്യ സമാന തൈലധാരവത് സമാന പ്രത്യയ പ്രവാഹേണ ദീർഘകാലം യദാസനം തദുപാസനം. ഉപാസനം എന്ന് പറയുന്നത് ഉപാസ്യമായ തത്വത്തിൻ്റെ അർത്ഥത്തെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുന്നതാണ് ഇതിലെ ഒന്നാമത്തെ പാഠം, ഒന്നാമത്തെ പടി എന്ന് പറയാം. യഥാശാസ്ത്രം ഉപാസ്യസ്യ അർത്ഥസ്യ വിഷയീകരണേന സാമീപ്യം ഉപഗമ്യ. ഇങ്ങനെ അറിവ് കൊണ്ട് അടുക്കുക, ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തൈലധാരവത്ത് അഖണ്ഡമായി മുറിവില്ലാതെ ആ തത്വത്തെ തന്നെ ചിന്തിക്കാൻ സാധിക്കുക. അത് സാക്ഷാത്കരിക്കേണ്ടത് അഭ്യാസം കൊണ്ടാണ്. നമ്മളെല്ലാവരും സൗന്ദര്യലഹരി ഉപാസന വിഷയത്തിൽ നിത്യം അഭ്യാസം ചെയ്യുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹീതമായ കാര്യമാണ്. അങ്ങനെ ഭഗവതിയുടെ, അംബയുടെ, ജഗദംബയുടെ സാമീപ്യം സ്തോത്രം ചൊല്ലുന്നതിലൂടെ, അർത്ഥവിചാരത്തിലൂടെ, അർത്ഥമനനത്തിലൂടെ, അതുപോലെ ബഹുപ്രകാരത്തിലുള്ള പരിശീലനങ്ങളിലൂടെ സംഭവിക്കുന്നു എന്നത് ശ്രദ്ധേയം. സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ ആമുഖമായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണെങ്കിലും ശരി, ഇവിടെ പ്രത്യേക പ്രകാരം ഒരു പഠനം നിർദ്ദേശിച്ചതുകൊണ്ട് ഒന്നേന്ന് തൊട്ട് തുടങ്ങണമല്ലോ, അതുകൊണ്ട് ചില വസ്തുതകൾ ആവർത്തിക്കട്ടെ. ഏത് കൃതിയിലും അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ദേവതയെ, ഇവിടെയാകട്ടെ ബ്രഹ്മതത്വത്തെ ജഗദംബയായി, ത്രിപുര സുന്ദരിയായി അവതരിപ്പിക്കുന്നു. ആ അമ്മയാണ്
സർവ ദേവതകൾക്കും ബ്രഹ്മ, വിഷ്ണു, പരമേശ്വരൻ ഈ ശക്തിവിശേഷങ്ങൾക്കൊക്കെ ആധാരം, കാരണം, ചൈതന്യം പകരുന്നത് എന്ന പ്രകാരത്തിലാവും അവതരിപ്പിക്കുക. ഇത് ആചാര്യന്മാർ നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആര് വലുത് ആര് ചെറുത് എന്ന വിഷയമൊന്നും ഇവിടെ ആലോചിക്കരുത്. ആരെ ഉപാസിക്കുന്നുവോ ആ ഉപാസ്യ തത്വത്തിൽ എല്ലാ മഹത്വവും ആരോപിച്ച് കാണണം. ഉത്കൃഷ്ട വസ്തു ആരോപണം അത് സാധിക്കണം. പുരാണങ്ങളിലൂടെ ഭഗവാൻ വേദവ്യാസർ ഇത് പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. ശിവപുരാണത്തിൽ ശിവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. വിഷ്ണു പുരാണമാവുമ്പോൾ വിഷ്ണുവിനായിരിക്കും പ്രാധാന്യം. ഇങ്ങനെ ഏതൊരു തത്വവിശേഷത്തെയാണോ ഉപാസിക്കുന്നത് ആ തത്വവിശേഷത്തിൽ ഏകാന്ത ഭക്തി, ഏകാഗ്രനിഷ്ഠ അത് ഉറപ്പാക്കപ്പെടണം. ഇതാണ് ആചാര്യന്മാരുടെ ലക്ഷ്യം. അതിനനുസരിച്ചാണ് വിഭാവനം ചെയ്യപ്പെടുന്നത്. ഈ കാര്യം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തെ ആസ്വദിക്കാം. ശ്രോതാക്കളിൽ വളരെ ആഴത്തിൽ പഠിച്ചവരുണ്ടാവാം. ഈ പഠനക്രമത്തിൽ തന്നെ അർത്ഥപരിചയം നേടിയിട്ടുള്ളവരുണ്ടാവാം. ഇതൊരു ആവർത്തന ആസ്വാദനം മാത്രമായിട്ട് കണക്കാക്കണം. ശ്ലോകം ചൊല്ലി വാഗർത്ഥം ശ്രദ്ധിച്ച് ചില പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലളിതമായ ക്രമത്തെയാണ് ഇവിടെ അവലംബിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അദസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യം പ്രഭവതി. ശങ്കര ഭഗവത്പാദർ മഹത്തായ ഒരു കൃതിയെ, സൗന്ദര്യ ലഹരിയെ, ലഹരി ഈ കാലത്ത് മറ്റ് പലതിനെ ചൊല്ലിയും സംഭവിച്ചു പോകുന്നു എന്നുള്ള അപകട പശ്ചാത്തലത്തിൽ ത്രിപുര സുന്ദരിയുടെ സൗന്ദര്യത്തിൽ ലഹരി ഉണരട്ടെ, വളരട്ടെ. അത് വലിയ അനുഗ്രഹമാകും, പ്രചോദനമാകും. ഈ മഹത്തായ 100 ശ്ലോകങ്ങളുള്ള കൃതി ഭഗവത്പാദർ ആരംഭിക്കുന്നത് ശിവശബ്ദം കൊണ്ടാണ്. അത് ശിഷ്ടാചാരമായിട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് നമുക്കൊക്കെ ഓർമ്മിക്കാം. ആചാര്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം കോ വിധി കോ നിഷേധ, വിധി നിഷേധങ്ങളൊന്നും ഇല്ല തന്നെ. പക്ഷേ നമ്മുടെ തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആചാരങ്ങൾ അനുസരിക്കണം അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട്. ഒരു കൃതി ആരംഭിക്കുന്ന സമയത്ത് മംഗളശബ്ദത്തോടുകൂടി സ്തുതിയോടെ ആരംഭിക്കട്ടെ. അങ്ങനെ ഒരു ശിഷ്ട ആചാരം പരമ്പരാഗതമായി അനുസരിച്ചു വരുന്ന സമ്പ്രദായമുണ്ട്. ഇങ്ങനെ മഹത്തായ കൃതിയായിട്ടുള്ള സൗന്ദര്യ ലഹരി ആരംഭിക്കുന്നത് ശിവശബ്ദത്തോടെയാണ്. ശിവശബ്ദത്തിന് മംഗളം എന്ന വാഗർത്ഥം. ശിവം മംഗളം, ഏറ്റവും ശോഭനമായത്, കല്യാണകരമായിട്ടുള്ളത്, കല്യാണതമമായിട്ടുള്ളത്. ഇവിടെ ശുഭ സമാരംഭം ശിഷ്ടാചാരം അനുസരിച്ച് തന്നെ സാധിച്ചിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാം. ശിവഃ ദേവഃ യദി ശക്തിയാ യുക്തഃ പ്രഭവിതും ശക്തഃ ഭവതി. ദേവൻ, ശിവൻ
ശക്തിയായുക്തഃ യതി, ശക്തിയോട് ചേർന്നിരിക്കുന്നുവെങ്കിലേ പ്രഭവിതും ശക്തഃ ഭവതി, തൻ്റെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കാൻ സമർത്ഥനാവുന്നുള്ളൂ. സർവകാരണമായി സർവ ആധാരമായ തത്വം അത് ബ്രഹ്മമാണ്. ബ്രഹ്മം അതിൻ്റെ ആപൂർണ വൈഭവത്തിൽ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കൊന്നും കാരണമാവുന്നില്ല. മറിച്ച് മായാപ്രഭാവമുണ്ടാവുമ്പോഴേ ബ്രഹ്മം പ്രവർത്തനക്ഷമം ആവുന്നുള്ളൂ. ഈ ഒരു സൃഷ്ടി രഹസ്യത്തെ ഇവിടെ വളരെ മനോഹരമായി പാടിയിരിക്കുന്നു. ശിവൻ പ്രവർത്തനക്ഷമനാവണമെങ്കിൽ ശക്തിയോട് യോജിക്കേണ്ടതുണ്ട്. യതി ഭവതി ശക്തിയായുക്തഃ, യതി ശക്തിയായുക്തഃ പ്രഭവിതും ശക്തഃ ഭവതി. ശക്തിയോട് ചേർന്നിരിക്കുമ്പോഴേ ഭഗവാന് സ്വപ്രഭാവമായിട്ടുള്ള സൃഷ്ടിസ്ഥിതി ലയാദി ലീലകളെ ദേവശബ്ദം കൊണ്ട് പ്രകാശസ്വരൂപൻ ദ്യോതനെ, അതുപോലെ തന്നെ ക്രീഡായാം, ക്രീഡാ അർത്ഥവും വരുന്നുണ്ട്. പ്രപഞ്ചത്തെ മുഴുവൻ അധ്യക്ഷമാത്രം കൊണ്ട് അനുഗ്രഹിക്കുകയും സൃഷ്ടിസ്ഥിതി ലയങ്ങളെ യഥാവിധി നിർവഹിക്കുകയും ചെയ്യുന്നതിന് ഭഗവാൻ എപ്പോഴാണ് സമർത്ഥനാവുന്നത്? ദേവിയോട് ചേർന്നിരിക്കുമ്പോഴേ സാമർഥ്യം ഉണ്ടാവുകയുള്ളൂ. അത്രയും പ്രാധാന്യം ത്രിപുരസുന്ദരിയായ അമ്മയ്ക്കുണ്ട്. മാതൃത്വഭാവം നമ്മെ എല്ലാവരെയും വളരെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രപഞ്ചകാരണമായ പ്രപഞ്ചാധാരമായ സത്യത്തെ അമ്മയായി കാണുക, ആ അനുവാദം എത്ര സുഖകരമാണ്. അമ്മേ എന്ന് നമുക്ക് ആശ്രയിക്കാം. ആ അമ്മയാകട്ടെ സാക്ഷാൽ പരമശിവന് പോലും സ്വദൗത്യ നിർവഹണത്തിന് ശക്തി പകരുന്നവളാണ്. അങ്ങനെയുള്ള അമ്മ ഏവം ന ചേത് സ്പന്ദിതുമപി കുശലഃ ന ഭവതി ഖലു. ഈ ഒരു ശക്തിയുക്തത്വം, ശക്തിയുമായിട്ടുള്ള ചേർച്ച ഇല്ലെന്ന് വന്നാൽ സ്പന്ദിതുമപി, വെറുതെ ഒന്ന് ചലിക്കാൻ പോലും സാധിക്കില്ല ഒരു ദേവനും. ഈ ഒരു പശ്ചാത്തലത്തിൽ അതഃ എന്ന് ആചാര്യസ്വാമികൾ നമ്മെ മനന വിഷയകമായ ഒരു കാര്യത്തെ ഉദ്ബോധിപ്പിക്കുന്നു. അതഃ അതുകൊണ്ട് ഹരിഹി ഹരഹ വിരിഞ്ചാദിഭിരപി ആരാധ്യാം. ഹരി ഭഗവാൻ വിഷ്ണു, ഹരഹ പ്രപഞ്ച ഉപശമനത്തെ നിർവഹിക്കാൻ സമർത്ഥനായ പരമശിവൻ, അതുപോലെ വിരിഞ്ചഹ ഭഗവാൻ നാൻമുഖൻ ബ്രഹ്മാവ്. ഇപ്പൊ ബ്രഹ്മാവിനാവട്ടെ പരമശിവനാകട്ടെ വിഷ്ണുവിനാകട്ടെ പ്രവർത്തനക്ഷമത കൈവരുന്നത് ദേവി അനുഗ്രഹം കൊണ്ടാണ്, ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്, ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ത്രിമൂർത്തികൾക്ക് മാത്രമല്ല ഇന്ദ്രനും ചന്ദ്രനും വായുവിനും അഗ്നിക്കും ഒക്കെ അമ്മ ആരാധ്യ ആവില്ലേ? അപ്രകാരം ആരാധ്യയായിട്ടുള്ള വിരിഞ്ചാദിഭിരപി ആരാധ്യ, ത്രിമൂർത്തികൾക്ക് പോലും ആരാധ്യയായിട്ടുള്ള
ഈ അമ്മയെ ത്വാം പ്രണന്തും, പ്രണമിക്കുക. പ്രണാമം ശരീരം കൊണ്ടുണ്ട്, വാക്കുകൊണ്ടുള്ള പ്രണാമമുണ്ട്, മനസ്സുകൊണ്ടുള്ള പ്രണാമമുണ്ട്. പ്രണന്തും നമിക്കുന്നതിന്, സ്തോതും വാക്കുകൊണ്ടുള്ള ആരാധനയാണ് സ്തോത്രപാരായണം, സ്തുതിക്കുക. ഇവിടെ ആചാര്യസ്വാമികൾ ക്ഷമാപണ സ്തോത്രം എഴുതിയ ആചാര്യസ്വാമികൾ. ക്ഷമാപണ സ്തോത്രത്തിൻ്റെ ആവർത്തിച്ചു വരുന്ന ഒരു വരി ഇതാണ്: ക്ഷന്തവ്യോ മേ പരാധ ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ. ഹേ മഹാദേവ ശംഭോ, മമ അപരാധ ക്ഷന്തവ്യ, എൻ്റെ അപരാധത്തെ ക്ഷമിക്കുമാറാവണം, എൻ്റെ അപരാധം ക്ഷമിക്കത്തക്കതാണ്. എന്ത് അപരാധമാണ് ആചാര്യസ്വാമികൾ ക്ഷമാപണ സ്തോത്രത്തിൽ ഏറ്റുപറയുന്നത്? പരമശിവനെ സ്മരിച്ചില്ല. നമുക്കറിയാം, ആചാര്യസ്വാമികൾ ഒരിക്കലും ശിവസ്മരണ ചെയ്യാതിരുന്നിട്ടില്ല. പക്ഷേ ഈ സ്തുതിയിൽ, ഈ കൃതിയിൽ, ക്ഷമാപണ സ്തോത്രത്തിൽ ആചാര്യസ്വാമികൾ ഏറ്റുപറയുന്നത് ഗർഭസ്ഥ ശിശുവായിരിക്കെ സാധിച്ചില്ല, പിറന്നു വീണ ഉടനെ ശൈശവാവസ്ഥയിൽ ചെയ്തില്ല ശിവസ്മരണ, ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒന്നും സാധിച്ചിട്ടില്ല, ഭഗവാനെ ക്ഷമിക്കണം. ഇങ്ങനെ പാടിയിട്ടുള്ളത് ആചാര്യസ്വാമികൾ നമുക്ക് വേണ്ടിയാണ് എന്നാലോചിച്ചാൽ അറിയാം. അപ്രകാരം ഇവിടെയും ഹേ അമ്മേ, ഇപ്രകാരം യാതൊരു ഭവതിയുടെ പ്രസാദം കൊണ്ട് പരമശിവൻ പ്രവർത്തന സജ്ജനാകുന്നുവോ ആ അമ്മയെ സ്തുതിക്കാൻ ഞാൻ ആര് എന്ന് ചോദിക്കുകയാണ്. ത്വാം പ്രണന്തും സ്തോതും വാ അകൃതപുണ്യ കഥം പ്രഭവതി. അകൃതപുണ്യന് എങ്ങനെ സാധിക്കും? ഇവിടെ ഞാൻ അകൃതപുണ്യനാണ് എന്ന് കരുതി എൻ്റെ ഈ ശ്രമം അപലപനീയമാണെങ്കിലും കൊതി കൊണ്ട് ചെയ്തു പോവുകയാണ് എന്ന നിലയിൽ അർത്ഥത്തെ ഗ്രഹിക്കാം. മറ്റൊരർത്ഥം, അകൃതപുണ്യന്മാർക്ക്, പുണ്യത്തെ ചെയ്തിട്ടില്ലാത്തവർക്ക്. അകൃതപുണ്യന് പകരം മറുവശത്ത് സുഹൃതപുണ്യനെ പരിചയപ്പെടണം. ജന്മജന്മാന്തരങ്ങളിലായിട്ട് സുഹൃതത്തെ, പുണ്യത്തെ ചെയ്താൾ. അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആൾക്ക് സ്തുതിക്കാൻ സാധിക്കില്ല. അപ്പൊ ഞാനിതാ സ്തുതിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ സുഹൃതപുണ്യനാണ് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ധ്വനിയും വായിച്ചെടുക്കാം എന്ന് ആചാര്യന്മാരെ അറിയിക്കുന്നു. ഇതുപോലെ തന്നെ ഈ ഭഗവതിയെ സ്തുതിക്കാൻ അകൃതപുണ്യന് എവിടെ സാധിക്കും എന്ന ചോദ്യം കൊണ്ട് സൗന്ദര്യലഹരി ഉപാസന ഉദ്യുക്തരായ, സൗന്ദര്യലഹരി ഉപാസനയ്ക്ക് താല്പര്യം ഉണർന്നവരായ നമ്മളെല്ലാവരും സുഹൃതപുണ്യന്മാരാണ് എന്ന് സമാശ്വസിക്കുകയും ആവാം. അമ്മയുടെ വൈഭവമാണ് സൗന്ദര്യലഹരി സ്തോത്രകൃതിയിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ അമ്മയുടെ വൈഭവത്തെ പാടുക എന്നതാണ് ഉപാസന രീതി. അമ്മയുടെ വൈഭവത്തെ ബഹുപ്രകാരത്തിൽ പാടി മനനം ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിനു വേണ്ടുന്ന സുഹൃത പുണ്യം നമ്മളൊക്കെ സമാഹരിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മഹത്തായ പരിപാടിയിൽ ഭാഗഭാക്കുകളാകാൻ സാധിക്കുന്നത്. ആ കാര്യത്തിൽ എല്ലാവർക്കും സ്വയം അഭിനന്ദനത്തെ ചെയ്യാവുന്നതാണ്. അമ്മയുടെ മാഹാത്മ്യം ആചാര്യസ്വാമികൾ തുടരുന്നു. അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ട് അമ്മയുടെ ധൂളി മാഹാത്മ്യത്തെയാണ്, പാദരേണു വൈഭവത്തെയാണ് പരാമർശിക്കുന്നത്, പ്രകീർത്തിക്കുന്നത്. തനീയാം പാംസും
തവ ചരണപങ്കേരുഹഭവം വിരിഞ്ചിത് സഞ്ചിന്വൻ വിരചയതി ലോകാനവികലം. വഹത്യേനം ശൗരീ കഥമപി സഹസ്രേണ ശിരസാം ഹരം സംക്ഷുഭ്യൈനം ഭജതി ഭസിതോദ്ധൂളനവിധിം. അമ്മയുടെ പാദപത്മരേണു, അമ്മയുടെ പാദങ്ങൾ പങ്കജം പോലെ, ചളിയിൽ വിരിഞ്ഞ താമര പോലെ മനോഹരമാകുന്നു. ആ താമരയിൽ നിന്ന് നിർഗതമാകുന്ന ധൂളി, ആ താമര പൊഴിക്കുന്ന പൊടിപടലം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പൂമ്പൊടിയായിരിക്കുമല്ലോ. ഈ പൂമ്പൊടിയുടെ വിശേഷമെന്ത്? ത്രിപുര സുന്ദരിയായ ജഗദംബയുടെ പാദമാകുന്ന താമരയിലെ പൊടിയുടെ പ്രാധാന്യം. എന്താ പ്രാധാന്യം? വിരിഞ്ചിഹി. ഈ പ്രാധാന്യം സ്രഷ്ടാവുമായി ബന്ധപ്പെട്ടതാവുന്നു. സാക്ഷാൽ പ്രപഞ്ചങ്ങളുടെ സ്രഷ്ടാവായ ബ്രഹ്മാവാകട്ടെ തവ ചരണ പങ്കേരുഹഭവം, അങ്ങയുടെ ചരണപങ്കേരുഹം, ചരണമാകുന്ന താമരയിൽ നിന്ന് സംഭവിച്ച തനീയാംസം പാംസും, മുഴുവൻ ധൂളികളും സ്വീകരിക്കുന്നില്ല, മുഴുവൻ ധൂളിയെയും സ്വീകരിക്കുന്നില്ല. ഒരു പൊടി അത് എത്രയോ ചെറുതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. തനീയാംസം പാംസും, തനൂകൃതമായിരിക്കുന്നു. ഒരു പൊടി തന്നെ അതിൻ്റെ ലക്ഷത്തിലൊരംശം, കോടിയിലൊരംശം എന്നിങ്ങനെയൊക്കെ വേണം മനസ്സിലാക്കാൻ. അതാണ് അമ്മയുടെ വൈഭവം. ആ അംശത്തെ സഞ്ചിന്വൻ, അതിനെ സ്വീകരിച്ചുകൊണ്ട്, സഞ്ചിന്വൻ ശേഖരിച്ചിട്ട്, സമ്യക്കാകും വണ്ണം തിരഞ്ഞെടുത്തിട്ട്. ഇപ്പൊ ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടി എന്ന ദൗത്യത്തിൻ്റെ നിർവഹണത്തിനായിക്കൊണ്ട് ആശ്രയിക്കുന്നത് അമ്മയുടെ പാദപത്മത്തിലെ രേണുവിൻ്റെ പൊടിയുടെ എത്രയോ ചെറിയ അംശമാണ്. ആ അംശത്തെ സ്വീകരിച്ചുകൊണ്ട് നാൻമുഖൻ ലോകാൻ അവികലം വിരചയതി, 14 ലോകങ്ങളെ ദോഷമില്ലാതെ വിധം സൃഷ്ടിക്കുന്നു. ശൗരി ഏനം ശിരസ സഹസ്രേണ കഥമപി വഹതി. ശൗരിയാകട്ടെ ഇവിടെ പ്രത്യക്ഷാർത്ഥം മഹാവിഷ്ണു. ഭഗവാൻ മഹാവിഷ്ണു ഈ ലോകത്തെ പാലിക്കുന്നു എന്ന അർത്ഥത്തിൽ വഹതി. മറ്റൊരർത്ഥത്തിൽ 1000 ശിരസ്സുകളിൽ ഈ ലോകത്തെ, ശിരസാം സഹസ്രേണ കഥമപി, ഏതോ പ്രകാരത്തിൽ വഹതി, ശൗരി വഹിക്കുന്നു. ഇവിടെ വ്യാഖ്യാതാക്കൾ ശൗരി ശബ്ദം കൊണ്ട് വിഷ്ണു അംശ സംഭവനായ അനന്തശേഷനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാറുണ്ട്. മറ്റൊരു അർത്ഥം പുരുഷ സൂക്തത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടും അറിയിക്കും. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. അവിടെ സഹസ്ര ശീർഷനായിട്ട് 1000 ശിരസ്സുകളോടൊത്ത സർവേശ്വരൻ ഈ ലോകത്തെ വഹിക്കുന്നു, പരിപാലിക്കുന്നു.
ഈ ധൂളിയെ തന്നെ ആശ്രയിച്ചിട്ടാണ് ശൗരിഹി, ഭഗവാൻ വിഷ്ണുവും അല്ലെങ്കിൽ അനന്തനും ഈ ധൂളിയെ ആശ്രയിച്ചിട്ടാണ് സൃഷ്ടിയെ പാലിക്കുന്നത്, പരിപാലിക്കുന്നത്. ഹരഹ ഹേനം ഏനം സംക്ഷുഭ്യ ഭസിതോ ധൂളനവിധിം ഭജതി. ഹരനാകട്ടെ, സാക്ഷാൽ പരമശിവനാകട്ടെ, ഈ ധൂളിയിൽ നിന്ന് സംഭവിച്ചതായ പ്രപഞ്ചത്തെ ത്രിനേത്രത്തിന് വിധേയമാക്കി, ത്രിനേത്രാഗ്നിക്ക് വിധേയമാക്കി ഭസ്മമാക്കിയിട്ട് ആ ഭസ്മത്തെ ധാരണം ചെയ്യുന്നു. ചുരുക്കത്തിൽ ത്രിമൂർത്തികൾക്കും സൃഷ്ടി സ്ഥിതി ലയ ദൗത്യ നിർവഹണത്തിന് കാരണമാകുന്നത് ജഗദംബയുടെ പാദരേണുവിൻ്റെ എത്രയോ ചെറിയ അംശമാകുന്നു. ഇവിടെ വിരിഞ്ച ശബ്ദവും അതുപോലെ തന്നെ സൃഷ്ടിയെ സംബന്ധിച്ച് വിരചയതി എന്ന ശബ്ദവും ശ്രദ്ധേയമാണ്. വിരിഞ്ച ശബ്ദം കൊണ്ട് ലോകാൻ വിവിധം വിരചയതി, ലോകങ്ങളെ വിവിധ പ്രകാരത്തിൽ സൃഷ്ടിക്കുന്നവനാകുന്നു വിരിഞ്ചൻ. അങ്ങനെയുള്ള വിരിഞ്ചി ഈ പാദധൂളിയെയാണ് സമാശ്രയിക്കുന്നത്. പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ജഗദംബയുടെ ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ഇത് തരുന്ന സന്ദേശം വളരെ ആശ്വാസപ്രദം ആണ്. ആപതി കിം കരണീയം, ആപത്തിൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് അമ്മയെ ആശ്രയിക്കൂ. അമ്മയെ ആശ്രയിച്ചാൽ അതെങ്ങനെയാണ് നമുക്ക് ഉപകാരമാവുക? നാം എന്നത് സൃഷ്ടിസ്ഥാനീയരാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ്. സ്രഷ്ടാവ്, അതുപോലെ തന്നെ പരിപാലകൻ, സംഹാരകർത്താവ്, ത്രിമൂർത്തികൾ. ഇവർ മൂന്ന് പേരും ഏതൊരമ്മയുടെ പാദപത്മത്തിലെ പൂമ്പൊടിയാണോ യഥാക്രമം സൃഷ്ടി സ്ഥിതി ലയ കാര്യങ്ങൾക്ക്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും അതുപോലെ അതിനെ നിലനിർത്താനും അതിനെ സംഹരിക്കാനും ഏതൊരു ജഗദംബയുടെ പാദധൂളിയുടെ ചെറിയൊരു അംശമാണോ ഉപയോഗിച്ചത്, ആ അമ്മയെ ആശ്രയിക്കുന്നതാണ് സൃഷ്ടിസ്ഥാനീയരായ സൃഷ്ടികളാണ് എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പരിമിതികളെയും അതിലംഘിക്കാനുള്ള വഴി. ഏതൊരമ്മയുടെ പാദധൂളിയുടെ ചെറിയൊരു അംശം കൊണ്ട് ഇതൊക്കെ നിർവഹിതമായിട്ടുണ്ടോ ആ അമ്മയെ ആശ്രയിക്കാമെങ്കിൽ അത് ധാരാളം മതിയാവും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടുന്നതിന്, സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ശാന്തിയും സന്തോഷവും ഒക്കെ നുകരുന്നതിന്, സർവോപരി ജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള മോക്ഷത്തെ സാക്ഷാത്കരിക്കുന്നതിനും ഈ അമ്മയെ ആശ്രയിച്ചാൽ മതിയാവും. ഇപ്രകാരം ജഗദംബയെ സർവാത്മനാ സമാശ്രയിക്കുന്നതിനുള്ള ആഹ്വാനമാണ് സൗന്ദര്യലഹരി സ്തോത്രം നമുക്ക് നൽകുന്നത്. സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ ഉപാസകരെന്നുള്ള നിലയിൽ, പഠിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ഇന്നത്തെ ഒരു ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ബി കണക്റ്റഡ്, അമ്മയുമായി സംബന്ധം ഉറപ്പാക്കാം. മാതൃസംബന്ധം ഗർഭസ്ഥ ശിശുവായിരിക്കെ നാം സാധിച്ചത് ചിന്നാഭി, ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ശ്രദ്ധേയമായ പ്രയോഗമാണ് ചിന്നാഭി. ശ്രീനാരായണ ഗുരുദേവൻ ജനനി നവരത്നമഞ്ജരി സ്തോത്രത്തിൽ
ഒരു തിരിച്ചുപോക്കിനെക്കുറിച്ചുള്ള താല്പര്യത്തെ പ്രാർത്ഥനയായി അവതരിപ്പിക്കുന്നുണ്ട്. അനാദിയിൽ പ്രിയമുയർന്ന ആടലാം കടലിൽ ഒന്നായി വീണു വലയും. നമുക്ക് സംഭവിച്ച അപകടത്തെ നാരായണ ഗുരുദേവൻ അവിടെ വർണ്ണിക്കുന്നത് അങ്ങനെയാണ്. ബഹുപ്രകാരത്തിലുള്ള വിഷയലോകത്തിൽ ആകൃഷ്ടരായിട്ട് അലയുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു. അനാദിയിൽ പ്രിയമുയർന്ന് വിഷയലോകത്തിൽ താല്പര്യത്തെ വളർന്ന് അതിലേക്ക് ആകൃഷ്ടരായി ആടലാം കടലിൽ വലിയ ദുഃഖ സമുദ്രത്തിൽ പതിച്ചിരിക്കുകയാണ് നമ്മൾ. ഒന്നായി വീണു വലയും. അങ്ങനെയുള്ള ദുരവസ്ഥയിൽ നിന്ന് അമ്മേ, അങ്ങുമായിട്ടുള്ള ആ സുദൃഢ ബന്ധത്തിൻ്റെ നല്ല ദിവസത്തിലേക്ക് ഞാൻ എന്നാണ് എത്തിച്ചേരുക? ചിന്നാഭിയിൽ ഗതി പെറും നാദഭൂമിയിൽ നാദഭൂമിയിൽ എല്ലാ ദുഃഖങ്ങളും ഉപശമിച്ച് സ്വസ്ഥമായി വർത്തിക്കാൻ എനിക്ക് എന്നാണ് സാധിക്കുക അമ്മേ? ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും. എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്നാവിരാഭ പടരും. ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ. അമ്മേ, എന്നാണ് എല്ലാ ത്രിപുടികളും അസ്തമിച്ച് അറിയുന്ന ആള്, അറിയുന്ന വസ്തു, അറിവ് എന്നീ ഭേദങ്ങളൊക്കെ അസ്തമിച്ച് സ്വസ്ഥമായി ആ ഒരു നാഭി സംബന്ധം, ചിന്നാഭി സംബന്ധം എന്നാണ് എനിക്ക് സാധിക്കുക? എല്ലാ സങ്കടങ്ങളും ഉപശമിച്ചുള്ള പൂർണ്ണ വിശ്രാന്തി, നിരന്തര ആനന്ദം അതെന്നാ സാധ്യമാവുക എന്ന് അന്വേഷിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് ഈ തരുണത്തിലും ആലോചിക്കാം. ഈ പ്രകാരം നമുക്ക് ത്രിപുര സുന്ദരിയെ സർവാത്മനാ സമാശ്രയിക്കാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി വേണം ഈ സ്തോത്ര പാരായണവും അർത്ഥ വിചിന്തനവും, തുടർന്ന് അതിൻ്റെ മനനം സംഭവിക്കട്ടെ. ആ മനനം പ്രകാരം നാം അമ്മയെ ആശ്രയിക്കുന്നു എന്ന അവസ്ഥ ഉണ്ടാവും. ഇവിടെ ഉപാസനയുടെ ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണെങ്കിലും ധനസമൃദ്ധിയും ഐശ്വര്യവും വിജയവും അതുപോലെ തന്നെ നീതി നടപ്പിലാക്കപ്പെടലും ലക്ഷ്യമാക്കുന്നത് അന്യായമേ അല്ല. അതുകൊണ്ട് അമ്മേ, ഈ പ്രകാരത്തിലൊക്കെ ഞാൻ അനുഗ്രഹീതനാവട്ടെ, അനുഗ്രഹീതയാവട്ടെ, ബ്ലെസ്സഡ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഒരു സങ്കോചവും കാണിക്കേണ്ട കാര്യമില്ല. അമ്മ എല്ലാം തരാൻ ഉദ്യുക്തയായിട്ട് ശ്രദ്ധാലുവായി അമ്മ അനുഗ്രഹത്തെ ചൊരിയുന്നു. ചോദിച്ചു വാങ്ങാൻ സങ്കോചം പുലർത്തുകയേ വേണ്ട. രണ്ട് പ്രകാരം നമ്മൾ ഈ വിഷയത്തിൽ സേവനം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വേണ്ടത് അമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സങ്കോചം കാണിക്കാതിരിക്കുക. രണ്ട്, മറ്റുള്ളവരോട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, എന്ത് താല്പര്യങ്ങളുണ്ടെങ്കിലും ശരി, ധാർമ്മികമായ എല്ലാ നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ ഭയമോചനത്തിനും ദുഃഖപരിഹാരത്തിനും അമ്മയെ ആശ്രയിക്കൂ എന്ന സന്ദേശം നമുക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ മറ്റ് പല ദൗത്യങ്ങളും നിർവഹിച്ചു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം നിഷ്കാമ കർമ്മത്തിൻ്റെയോ അല്ലെങ്കിൽ നൈഷ്കർമ്മ്യ സന്യാസത്തിൻ്റെയോ പാഠമല്ല പ്രചരിപ്പിക്കേണ്ടത്. മറിച്ച് അതൊക്കെ ഈ ഒരു യാത്രയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കട്ടെ. നാം മുഖ്യമായും പങ്കുവയ്ക്കേണ്ട സന്ദേശം
എന്തിനും ഏതിനും ആശ്രയിക്കാൻ അമ്മയുണ്ട് ആലംബനമായി എന്ന സന്ദേശമാണ് പ്രചരിപ്പിക്കേണ്ടത്. അതിലെല്ലാവരും ഉത്സുകരായിരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കാരണം ഇന്ന് പത്രങ്ങളിലൊക്കെ പല പ്രകാരത്തിലുള്ള മനോവ്യഥകളെ കൊണ്ടും ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കാണുന്നു. അതും ഇങ്ങനെയൊരു അമ്മ ആശ്രയിക്കാൻ ഉണ്ട് എങ്കിലും അത് തിരിച്ചറിയാതെ പോകുന്ന സനാതനധർമ്മ വിശ്വാസികളുടെ ഇടയിലാണ്, ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിലാണ് ഈ പ്രശ്നം എന്നുള്ളത് സംഗതിയുടെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് പരിഹാരമായിട്ട് അമ്മയെ ആശ്രയിക്കുന്നതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കണമേ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഷണം ജഗദംബയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. അടുത്ത ദിവസം മറ്റ് ശ്ലോകങ്ങളിലൂടെയും ഇതേപോലെ കടന്നു പോകാം നമുക്ക്. അതിന് ജഗദംബ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹരിയോം. जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते सहस्रारकमले सततं विहररहसि धन्ये शिवाकार निजमञ्च विलसिते चिदानन्दमुदिते शरण्ये चिदानन्दमुदिते भवानि मयि दासे दृष्टिं वितरते सकरुणां निजसायुज्यपदैकवितरणां निखिलदुःखतरणाम् ऐहिकनिखिलदुःखतरणाम् भवतु मे विलसितं सपर्याविरचनं तव शिवे समकरनिपातहिमकरसमानदृशा स्नपय कृपया मामपि दृशा स्नपय कृपया अनेन धन्यमिमं मन्ये धरणिधर सुकन्ये तव स्तन्यमधुरास्वादनसुख निरस्तान्यविषयं कुरु मां निरस्तान्यविषयम् त्वदीयमपि वचनं गदतो मदीयमिव वचनं स्वकीयसलिलैः सागरतर्पणसमं जननि विदितं सकलं समं जननि विदितं जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते।